നമസ്കാരം. ഈ വീഡിയോയിലൂടെ നമുക്ക് എങ്ങനെയാണ് ആംഗുലർ ഔട്ട്ലൈൻ മാർക്ക് ചെയ്യുക, ഫയൽ ചെയ്യുക, ഇൻസെർട്ടുകൾ ഗ്യാപ്പുകളിലേക്ക് ഫിൽ ചെയ്യുക എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഒബ്ജക്റ്റീവ്സ്. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. 1. ±5 മിനിറ്റ് കൃത്യതയോടെ എ ആൻഡ് ബി ഭാഗങ്ങളിൽ ആംഗുലാർ അഥവാ കോണീയ ഔട്ട്ലൈനുകൾ അടയാളപ്പെടുത്തുക. 2. എ ആൻഡ് ബി ഭാഗങ്ങൾ ഫയൽ ചെയ്യുക. ഫിറ്റിങ്ങിനായി H7 ബാർ G6ന്റെ കൃത്യത നിലനിർത്തുക. 3. ഇൻസെർട്ടുകൾ ഘടിപ്പിക്കുക. ഈ പ്രായോഗിക പരിശീലനങ്ങൾ ചെയ്യാൻ ആവശ്യമായ ഉപകരണങ്ങളും വസ്തുക്കളും എന്തെല്ലാമാണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. വെർനിയർ ഹൈറ്റ് ഗേജ് ഒരെണ്ണം, വെർനിയൽ ബെവൽ പ്രൊട്ടക്ടർ ഒരെണ്ണം, വെർനിയർ കാലിപ്പർ ഒരെണ്ണം, സ്റ്റീൽ റൂൾ 300 mm ഒരെണ്ണം, സ്ക്രൈബർ ഒരെണ്ണം, ഫ്ലാറ്റ് ഫയൽ 12 ഇഞ്ച് ഒരെണ്ണം, ഡോട്ട് പഞ്ച് സെൻറ്റർ ഒരെണ്ണം, ബോൾ പീൻ ഹാമർ 250 ഗ്രാംസ് 1. ഈ പരിശീലനങ്ങൾക്കായുള്ള ജോലികളുടെ ക്രമം നമുക്ക് ചർച്ച ചെയ്യാം. സ്റ്റെപ്പ് 1. അളവുകൾക്കനുസരിച്ച് അസംസ്കൃത വസ്തുക്കൾ മുറിക്കുക. സ്റ്റെപ്പ് 2. റൈറ്റ് ആംഗിൾ ഫയൽ ചെയ്യുക. പിന്നീട് വെർനിയർ ഹൈറ്റ് ഗേജും വെർനിയർ ബെവൽ പ്രൊട്രാക്ടറും ഉപയോഗിച്ച് എ ആൻഡ് ബി ഭാഗം അടയാളപ്പെടുത്തുക. സ്റ്റെപ്പ് 3. അടയാളപ്പെടുത്തിയ വരകളിൽ അഥവാ ഔട്ട്ലൈനുകളിൽ പഞ്ച് ചെയ്യുക. സ്റ്റെപ്പ് 4. ഹാക്സോയിങ്ങും ചെയിൻ ഡ്രില്ലിങ്ങും വഴി അധികമുള്ള വസ്തുക്കൾ നീക്കം ചെയ്യുക. സ്റ്റെപ്പ് 5. ±0.02 mm രേഖീയ കൃത്യതയോടെയും അതായത് ലീനിയർ ആക്യുറസിയോടെയും ±5 മിനിറ്റിന്റെ കോണീയതയോടെയും ആംഗുലാർ, കോണീയത എന്ന് പറയുമ്പോൾ ആംഗുലാർ എ ആൻഡ് ബി ഭാഗം ഫയൽ ചെയ്യുക. സ്റ്റെപ്പ് 6. വെർനിയർ ബെവൽ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് ആംഗുലാർ ഡയമെൻഷൻസ് പരിശോധിക്കുക. സ്റ്റെപ്പ് 7. എ ആൻഡ് ബി ഭാഗം ഘടിപ്പിച്ച് പൂർത്തിയാക്കുക. സുരക്ഷ. കോണീയ മാനങ്ങളിൽ അടയാളപ്പെടുത്തൽ നടത്തുമ്പോൾ സ്കെയിൽ അല്ലെങ്കിൽ സെറ്റ് സ്ക്വയർ എന്നിവ ഉപയോഗിക്കരുത്. ഫിറ്റിങ്ങിനായി ചുറ്റിക ഉപയോഗിക്കരുത്. ഇനി ജോലിയുടെ ക്രമങ്ങൾ അതായത് ജോബ് സീക്വൻസസ് പ്രായോഗികമായി ചെയ്തു നോക്കാം. സ്റ്റെപ്പ് 1. ഈ ജോലി ചെയ്യാൻ മൈൽഡ് സ്റ്റീൽ ഫ്ലാറ്റ് മെറ്റീരിയൽ തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുത്ത MS ഫ്ലാറ്റ് പരന്നതും മിനുസമാർന്നതുമാണെന്ന് ഉറപ്പുവരുത്തുക. അതിനു പുറമെ MS ഫ്ലാറ്റിന്റെ കനം 5 mm വീതി 50 mm ആണെന്ന് ഉറപ്പാക്കുക. സ്റ്റെപ്പ് 2. MS ഫ്ലാറ്റ് വർക്ക് ബെഞ്ചിന്മേൽ സ്ഥാപിക്കുക. ട്രൈ സ്ക്വയറിന്റെ സഹായത്തോടെ പുറം വശം നേരെ തന്നെ അല്ലേ എന്നും പരിശോധിക്കുക. അഥവാ ഫ്ലാറ്റിന്റെ പുറംവശം നേരെ അല്ലെങ്കിൽ സ്ക്രൈബറിന്റെ സഹായത്തോടെ ഒരു നേർരേഖ അടയാളപ്പെടുത്തുക. സ്റ്റെപ്പ് 3. വെർനിയർ സ്കെയിലിന്റെ സഹായത്തോടെ ഫ്ലാറ്റിൽ 72 mm നീളം അളക്കുക. പിന്നെ ലൈൻ ദൃശ്യമാകുന്നതുവരെ സ്ക്രൈബർ ഉപയോഗിച്ച് ഒരു വര വരയ്ക്കുക. സ്റ്റെപ്പ് 4. ഇനി ബെഞ്ച് വൈസിന്മേൽ വർക്ക് പീസ് ഫിക്സ് ചെയ്യുക. ഒരു ലീവർ ഉപയോഗിച്ച് അതിനെ ടൈറ്റ് ആക്കുക. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ബെഞ്ച് വൈസ് വർക്ക് പീസിനെ ടൈറ്റായി പിടിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. സ്റ്റെപ്പ് 5. ഒരു ഹാക്സോ ഫ്രെയിമിന്റെ സഹായത്തോടെ 72 mm ഫ്ലാറ്റ് മുറിക്കുക. സ്റ്റെപ്പ് 6. ബെഞ്ച് വൈസിന്മേലുള്ള അധിക വസ്തുക്കൾക്ക് നേരെ വർക്ക് പീസ് തിരിച്ചു പിടിക്കുക. ഫ്ലാറ്റ് ഫയൽ ഉപയോഗിച്ച് വർക്ക് പീസിന്റെ ഉപരിതലം ഫയൽ ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ ഉപരിതലത്തിലുള്ള അധിക വസ്തുക്കൾ നീക്കം ചെയ്യപ്പെടും. സ്റ്റെപ്പ് 7. ഇനി ഒരു വെർനിയർ കാലിപ്പർ ഉപയോഗിക്കുക. എന്നിട്ട് യഥാക്രമം 72 mm നീളവും 50 mm വീതിയുമുള്ള MS കഷ്ണം അളന്നു വെക്കുക. സ്റ്റെപ്പ് 8. ബെഞ്ച് വൈസിലെ ലീവർ അൺലോക്ക് ചെയ്യുക. എന്നിട്ട് ജോസുകൾക്കിടയിൽ വർക്ക് പീസ് സജ്ജമാക്കുക. കൂടാതെ വർക്ക് പീസിന്റെ ഉപരിതലം
ഫ്ലാറ്റ് ഫയൽ ഉപയോഗിച്ച് ഫയൽ ചെയ്യാൻ തുടങ്ങുക. സ്റ്റെപ്പ് 9. വർക്ക് പീസ് ഫയൽ ചെയ്ത ശേഷം വെർനിയർ ഹൈറ്റ് ഗേജിലേക്ക് കൊണ്ടുപോകപ്പെടുന്നു. സ്റ്റെപ്പ് 10. വെർനിയർ ഹൈറ്റ് ഗേജിനാൽ ഉണ്ടാക്കപ്പെട്ട മാർക്കിംഗ് നിരീക്ഷിക്കാനായി വർക്ക് പീസിന്മേലുള്ള ചോക്ക് തുടച്ചു കളയുക. സ്റ്റെപ്പ് 13. ആംഗിൾ ബ്ലോക്കിന് നേരെ വർക്ക് പീസ് പിടിച്ച ശേഷം സ്കെച്ചിൽ കാണിച്ച പോലെ മാർക്കിംഗ് ചെയ്യുക. ഇത് തന്നിരിക്കുന്ന ഡയമെൻഷൻ പ്രകാരം 5 mm 18 mm ആയിരിക്കും. സ്റ്റെപ്പ് 14. വെർനിയർ ബെവൽ പ്രൊട്രാക്ടറിന്റെ സഹായത്തോടെ നൽകിയിരിക്കുന്ന അളവനുസരിച്ച് 80-70 ഡിഗ്രികളായി കോണുകൾ അഥവാ ആംഗിളുകൾ അടയാളപ്പെടുത്തുക. സ്റ്റെപ്പ് 15. വെർനിയർ ഹൈറ്റ് ഗേജും വെർനിയർ ബെവൽ പ്രൊട്രാക്ടറും ഉപയോഗിച്ച് മാർക്കിംഗ് ചെയ്ത ശേഷം ഒരു സ്റ്റീൽ റൂളറും സ്ക്രൈബറും ഉപയോഗിച്ച് ലൈൻ അടയാളപ്പെടുത്തുക. സ്റ്റെപ്പ് 16. വർക്ക് പീസ് കയ്യിൽ പിടിച്ച് ഡോട്ട് പഞ്ച്, ബോൾ പീൻ ചുറ്റിക എന്നിവയുടെ സഹായത്താൽ വരകളിൽ ചെറിയ അടയാളങ്ങൾ അഥവാ മാർക്സ് രേഖപ്പെടുത്തുക. അത് മുറിക്കൽ എളുപ്പമാക്കും. സ്റ്റെപ്പ് 17. വർക്ക് പീസ് ബെഞ്ച് വൈസ് ജോകൾക്കിടയിൽ ഒരു ആംഗിളിൽ പിടിക്കുന്നത് സ്ട്രെയിറ്റ് ആയി കട്ട് ചെയ്യാൻ സഹായിക്കും. സ്റ്റെപ്പ് 18. ഹാക്സോ ഫ്രെയിം ഉപയോഗിച്ചാണ് കട്ടിംഗ് ചെയ്യുന്നത്. അത് പഞ്ചടയാളങ്ങൾക്ക് അപ്പുറം കടന്ന് കട്ട് ചെയ്യുന്നില്ല എന്നുറപ്പിക്കുക. സ്റ്റെപ്പ് 19. കട്ടിങ്ങിന് ശേഷം 2 വർക്ക് പീസുകൾ അഥവാ ജോബ് പീസുകൾ നിങ്ങളുടെ പക്കൽ ഉണ്ടാവും, എയും ബിയും ഭാഗങ്ങൾ. സ്റ്റെപ്പ് 20. വർക്ക് പീസ് സുഗമമാക്കുന്നതിന് ബെഞ്ച് വൈസ് ജോസിനിടയിൽ ജോബ് പീസുകൾ സ്ഥാപിച്ച് ഫയലിന്റെ സഹായത്താൽ ഫയൽ ചെയ്യാൻ തുടങ്ങുക. സ്റ്റെപ്പ് 21. ഇപ്പോൾ എ, ബി എന്നീ 2 ഭാഗങ്ങളും ഫയൽ ചെയ്യപ്പെട്ടിരിക്കുന്നു. സ്റ്റെപ്പ് 22. എ, ബി എന്നീ 2 വർക്ക് പീസുകൾ കൂട്ടിച്ചേർത്ത് അവയുടെ അലൈൻമെന്റ് പരിശോധിക്കുക. സ്റ്റെപ്പ് 23. അവയുടെ കൃത്യത ഒരു വെർനിയർ കാലിപ്പർ കൊണ്ട് പരിശോധിക്കുക. എ ഭാഗത്തിൻ്റെയും ബി ഭാഗത്തിൻ്റെയും വർക്ക് പീസുകളുടെ ഓരോ ആകൃതിയുടെയും അളവും പരിശോധിക്കുക. സ്റ്റെപ്പ് 24. വെർനിയർ ബെവൽ പ്രൊട്രാക്ടർ എടുത്ത് ആംഗിളിൻ്റെ കൃത്യത പരിശോധിക്കുക. സ്കെച്ച് പ്രകാരം ഇത് 70-യും 80-യും ഡിഗ്രികൾ ആണ്. സ്റ്റെപ്പ് 25. H7/G6 മാനദണ്ഡങ്ങൾ അനുസരിച്ച് എ ഭാഗത്തിനും ബി ഭാഗത്തിനും തമ്മിലുള്ള ക്ലിയറൻസ് പരിശോധിക്കുക. H7/G6 ഫിറ്റ് 0.007 mm മിനിമം ക്ലിയറൻസും 0.041 mm മാക്സിമം ക്ലിയറൻസും നൽകുന്നു. ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഈ വീഡിയോയിലൂടെ നമ്മൾ ആംഗുലർ ഔട്ട്ലൈൻ മാർക്ക് ചെയ്യുക, ഫയൽ ചെയ്യുക എന്നിവ പഠിച്ചു. കൂടാതെ നൽകിയിരിക്കുന്ന സ്കെച്ചിനും അളവുകൾക്കും അനുസരിച്ച് ഇൻസെർട്ടുകൾ ഗ്യാപ്പുകളിലേക്ക് ഫിൽ ചെയ്ത് അതിൻ്റെ കൃത്യത ചെക്ക് ചെയ്യാനും പഠിച്ചു. ഇനി ഇത് നിങ്ങളുടെ ഇൻസ്ട്രക്ടറുടെ സഹായത്തോടെ പ്രാക്ടിക്കലായി ചെയ്യാൻ കഴിയുമെന്ന് കരുതുന്നു. നല്ല ഒരു പഠനം ആശംസിക്കുന്നു.